നമസ്കാരം. അഭിപ്രായ വ്യത്യാസത്തെക്കുറിച്ച് വീണ്ടും കുറച്ചുകൂടി കാര്യങ്ങൾ നമുക്ക് നോക്കാം. നമ്മുടെ ചെറുപ്പത്തിലും നമ്മുടെ മാതാപിതാക്കളും അധ്യാപകരുമൊക്കെ തന്നിട്ടുള്ള പല നിർദ്ദേശങ്ങളും നമ്മൾ അനുസരിച്ചിട്ടുണ്ട്. ചിലവ നമുക്ക് ശരിയായി തോന്നിയിട്ടുമില്ല. ആ ഒരു കാലഘട്ടത്തിന്റെ പ്രത്യേകതയിൽ മുതിർന്നവർ പറഞ്ഞാൽ മനസ്സില്ലാ മനസ്സോടെ ആണെങ്കിലും പല കാര്യങ്ങളും നമ്മൾ ചെയ്യുമായിരുന്നു. അത് ആ പ്രായത്തിന് കൊടുക്കുന്ന ബഹുമാനം, പദവിക്ക് കൊടുക്കുന്ന ബഹുമാനം ഒക്കെ വെച്ചിട്ട്. പക്ഷെ ഇപ്പോഴത്തെ തലമുറ സ്വതന്ത്രമായി ചിന്തിക്കണം, അവരവർക്ക് ഇഷ്ടമുള്ളത് ചെയ്യുവാൻ സാധിക്കുന്നതാണ് സ്വാതന്ത്ര്യം എന്ന് വിശ്വസിക്കുന്നവരാണ്. അത് ശരിയാണോ തെറ്റാണോ എന്നുള്ളത് വേറൊരു വിഷയം. പക്ഷെ ഇപ്പോഴത്തെ തലമുറയുടെ ചിന്താഗതി അങ്ങനെയാണ്. കാരണം നമ്മുടെ ചെറുപ്പത്തിലുള്ളതിനേക്കാൾ കൂടുതൽ എക്സ്പോഷർ, ബാഹ്യലോകത്തെ വിവരങ്ങൾ അറിയുവാനുള്ള സൗകര്യങ്ങൾ അവർക്കുണ്ട്. പലവിധ ജീവിത രീതികളും സംസ്കാരങ്ങളും ഒക്കെ കണ്ട് ഈ ലോകത്ത് വ്യത്യസ്ത രീതിയിൽ ജീവിക്കുന്നവരുണ്ട് എന്ന് തിരിച്ചറിഞ്ഞവരാണ് അവർ. അതുകൊണ്ട് തന്നെ നമ്മൾ ഇതാണ് ശരി എന്ന് അവരോട് ശാഠ്യത്തോടെ ബോധിപ്പിക്കാൻ ശ്രമിച്ചാൽ അവർ അംഗീകരിക്കുകയില്ല. പുതിയ തലമുറയെ കൈകാര്യം ചെയ്യുവാൻ മുതിർന്നവർ കുറച്ച് പക്വതയുള്ള പെരുമാറ്റത്തിലൂടെ മാത്രമേ, സ്നേഹത്തിലൂടെ മാത്രമേ അവരെ നമുക്ക് സ്വാധീനിക്കാൻ സാധിക്കുകയുള്ളൂ. കുട്ടികളെ വളർത്തുന്ന സമയത്താണെങ്കിലും സ്നേഹത്തോടെയും എന്നാൽ ചില നിലപാടുകൾ ശക്തമായി എടുത്തും വേണം മാതാപിതാക്കൾ അവരെ മുന്നോട്ട് കൊണ്ടുപോകുവാൻ. സോഷ്യൽ മീഡിയ എല്ലാവരിലും എത്തിയിരിക്കുന്ന കാലമാണ്. അതുകൊണ്ട് തന്നെ ഇൻഫർമേഷനിൽ നിന്നും കുട്ടികളെ മാറ്റി നിർത്തുവാൻ നമുക്ക് സാധിക്കില്ല. മൊബൈലും കമ്പ്യൂട്ടറും ഒക്കെ എല്ലാവരുടെയും ജീവിതത്തിന്റെ ഭാഗമായി മാറിയിരിക്കുന്നു. ഇനി ആകെ ചെയ്യാവുന്നത് വീട്ടിലെ അന്തരീക്ഷം അത്രയും ശക്തമാക്കുക, സ്നേഹം നിറഞ്ഞതാക്കുക, കുട്ടികളെയും ആത്മീയ മൂല്യങ്ങൾ പഠിപ്പിച്ച് ഭജനയും കീർത്തനങ്ങളും പ്രാർത്ഥനയും ധ്യാനവും ഒക്കെ ജീവിതത്തിന്റെ ഭാഗമാക്കി ചിട്ടയോടെയുള്ള ജീവിതം ശീലിപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ മുതിർന്നു കഴിഞ്ഞാൽ അവർ ഏത് കമ്പനിയിൽ പോയാലും മോശമാവുകയില്ല. കാരണം അവിടെ നമ്മൾ അടിത്തറ സ്ട്രോങ് ആക്കി. അഭിപ്രായ വ്യത്യാസത്തിൽ നിന്നും രക്ഷപ്പെടുവാനായി സ്നേഹത്തിന്റെ ഭാഷ നമുക്ക് ഉപയോഗിക്കാം. ആത്മീയതയിൽ പറയുവാറുണ്ട്, ഓരോരുത്തരും ഓരോ ആത്മാവാണ്. നമ്മുടെ മക്കളായാലും സഹോദരങ്ങളായാലും സുഹൃത്തുക്കളായാലും ഒക്കെ ഒരു ആത്മാവാണവർ. പല ജന്മങ്ങളിൽ പല ആളുകൾക്കൊപ്പം പല ജീവിത സാഹചര്യങ്ങളിൽ പല സ്ഥലങ്ങളിൽ ജീവിച്ചിട്ട് പ്രത്യേകിച്ചൊരു സംസ്കാരവുമായിട്ടാണ് ഓരോ കുട്ടിയും ഈ ഭൂമിയിലേക്ക് ജനിച്ചു വീഴുന്നത്. അത് അവർ വളരുന്നതനുസരിച്ച് ആ സംസ്കാരങ്ങൾ അവരിലൂടെ പ്രകടമാവുകയും ചെയ്യും. അതുകൊണ്ടാണ് ഒരു വീട്ടിൽ തന്നെ 2-3 കുട്ടികളുള്ളവർക്ക് വ്യത്യസ്ത സ്വഭാവങ്ങളും സമൂഹത്തിൽ തന്നെ വ്യത്യസ്തമായ വ്യക്തിത്വങ്ങളും നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. ഇനി അതല്ല എങ്കിൽ പോലും ഈ ജന്മത്തിൽ തന്നെ ഓരോരുത്തരുടെയും ജീവിത സാഹചര്യങ്ങളും ജീവിതാനുഭവങ്ങളും വ്യത്യസ്തമല്ലേ? ഇത് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് നമുക്ക് പറഞ്ഞു കൊടുത്തുകൊണ്ടിരിക്കണം. കാരണം ഏറ്റവും അധികം നമുക്ക് പ്രശ്നമുണ്ടാക്കുന്ന ഒന്നാണ് ഈ ഡിഫറൻസ് ഓഫ് ഒപ്പീനിയൻ, അഭിപ്രായ വ്യത്യാസം. ഈ വ്യത്യസ്തതയെ നമ്മൾ അംഗീകരിച്ചുകൊണ്ട് എല്ലാവരോടും ഒപ്പം തന്നെ ജീവിച്ചുകൊണ്ട് മുന്നോട്ട് പോകണം. ഈ അഭിപ്രായ വ്യത്യാസം സഹിക്കാൻ പറ്റാത്തത് കൊണ്ടാണ് ഇന്നത്തെ കാലത്ത് ആൾക്കാരെല്ലാം ഒറ്റയ്ക്ക് ജീവിക്കാം. അതാവുമ്പോൾ ആരുമായിട്ട് ഒരു കോൺഫ്ലിക്റ്റിലേക്ക്, സംഘർഷത്തിലേക്ക് വരുന്നില്ലല്ലോ. ആത്യന്തികമായി നമുക്ക് ആർക്കും ഈ സംഘർഷങ്ങൾ ഇഷ്ടമല്ല. നമുക്ക് എല്ലാവർക്കും ബന്ധങ്ങൾ വളരെ സുഗമമായി പോകണം എന്നാണ് ആഗ്രഹം. എല്ലാത്തിൽ നിന്നും ഒളിച്ചോടുന്നത് ഒരു പോംവഴിയല്ല എന്തായാലും. അതുകൊണ്ട് ഇത്തരം വസ്തുതകളെ അംഗീകരിക്കുവാൻ നമുക്ക് തയ്യാറാകാം. ഇവയ്ക്ക് മേൽ നമുക്ക് വർക്ക് ചെയ്യാം. ഇതൊരു ദിവസം കൊണ്ട് നടക്കുന്ന കാര്യമല്ല. പക്ഷെ നിരന്തരം നമ്മൾ എഴുതി വെക്കുകയും മനസ്സിന് പറഞ്ഞു കൊടുക്കുകയും ഒക്കെ ചെയ്താൽ നമ്മുടെ മനസ്സ് നമ്മുടെ ഒരു ബെസ്റ്റ് ഫ്രണ്ട് ആയിട്ട് നമ്മൾ പറയുന്നത് അത് കേൾക്കും. ഈ ഒരു കാര്യം പ്രത്യേകം പറഞ്ഞു കൊടുത്തുകൊണ്ടിരിക്കാം. വ്യത്യസ്തമായ ആൾക്കാർ പെരുമാറുകയുള്ളൂ. ഇന്നത്തെ ഒരു ദിവസവും ഇനി വരുന്ന എല്ലാ ദിവസങ്ങളിലും
പല രീതിയിൽ ആൾക്കാർ സംസാരിക്കും, പെരുമാറും. അത് കണ്ടിട്ട് നമ്മൾ ഡിസ്റ്റർബ്ഡ് ആകരുത്. കാരണം നമുക്കറിയാം ഇവരെല്ലാം വ്യത്യസ്ത വ്യക്തികളാണ്. ഓരോരുത്തരും എങ്ങനെ പെരുമാറണം എന്ന് തീരുമാനിക്കുവാനുള്ള സ്വാതന്ത്ര്യം അവർക്കുണ്ട്, നമുക്കുമുണ്ട്. അതുകൊണ്ട് നമുക്കറിയാവുന്ന കാര്യങ്ങൾ വളരെ ശാന്തമായ ഭാഷയിൽ നമുക്ക് അവതരിപ്പിച്ചുകൊണ്ടിരിക്കാം. നമുക്ക് അറ്റാച്ച്മെന്റിന്റെ ആവശ്യമില്ലല്ലോ നമ്മുടെ ആശയങ്ങളോട്. എന്തിനാണത്? നമുക്ക് ശരിയെന്ന് തോന്നുന്നത് നമ്മൾ ചെയ്യുന്നു, അവർക്ക് ശരിയെന്ന് തോന്നുന്നത് അവർ ചെയ്യുന്നു. നമ്മുടെ ശരികൾ നമുക്ക് ചെയ്തുകൊണ്ടിരിക്കാം. മാറണോ വേണ്ടയോ എന്നുള്ള അവരുടെ തീരുമാനത്തിന് വിട്ടുകൊടുക്കാം. ഇങ്ങനെ മനസ്സിനെ കുറച്ചുകൂടി ഫ്രീ ആക്കാം നമുക്ക്. നന്ദി, നമസ്കാരം.